എല്ലാവർക്കും പച്ചവെള്ളം ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പക്ഷെ ഇപ്പോഴും പലപ്പോഴും പലർക്കും ബേസിക് പറഞ്ഞാൽ വളരെ ബേസിക് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് നിലവാരത്തിലുള്ള മാത്സ് ആണ് എങ്കിൽ പോലും പലർക്കും സംശയമുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു തമാശ എന്താന്ന് വെച്ചാൽ MSc മാത്സ് വരെ എത്തിയവർക്ക് പോലും ഈ ഒരു ബേസിക് കാര്യത്തിൽ ചിലപ്പോൾ ചില സംശയങ്ങളും ആ ടേംസിൽ കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് നമുക്ക് വേണ്ടേ. സോ നമുക്ക് ആദ്യം അത് തൊട്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ നമ്പേഴ്സിനെ കുറിച്ചാണ്, അല്ലെ? സംഖ്യകൾ, നമ്പേഴ്സ് വളരെ ബേസിക് ആണ്. ഞാൻ പറഞ്ഞു നമുക്കത് നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യം കൂടിയാണ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഫസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഏതാന്ന് വെച്ചാൽ അഖണ്ഡ സംഖ്യകൾ. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. 1 2 3 അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയാറുള്ളത്. ഇനി അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആണ്. 0 1 2 3 അങ്ങനെ. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ ക്യാപിറ്റൽ N വെച്ചൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അഖണ്ഡ സംഖ്യകൾക്ക് അങ്ങനെ പൊതുവായിട്ടൊരു നമ്പർ ഒന്നും ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല. അത് ഏതെങ്കിലും സിറ്റുവേഷനിൽ അതിനൊരു നെയിം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യുന്നല്ലാതെ അതിന് പെർട്ടിക്കുലർലി N പോലെ W യൂസ് ചെയ്യാറൊന്നും ഇല്ല. ഇനി അടുത്തത് പൂർണ്ണസംഖ്യകളാണ്. എന്താണ് പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ഇന്റിജേഴ്സ് ആണ്. എപ്പോഴും പലരും വിചാരിക്കുന്ന പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ അതായത് ദശാംശം ഒന്നും വരാത്തത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി -3 -2 -1 0 1 2 3 എന്നീ നമ്പേഴ്സിനെ ഒരുമിച്ച് പറയുന്ന വാക്കാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ്. ഇനി അടുത്തത്, ഇപ്പൊ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, നമ്പർ ലൈൻ. ഓക്കെ, അതായത് നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡയമെൻഷനുള്ള ഒരു ലൈനാണ്. ഇതിൽ എപ്പോഴും നടുവിലുള്ളത് 0 ആയിരിക്കും. ഇതിന് വലത്തോട്ട് പോകുന്ന നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സും ഇടത്തോട്ട് പോകുന്ന നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സും ആണ് സാധാരണ രീതിയിൽ വരാറുള്ളത്. അതില് 0 കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ 1 ആണ്. രണ്ടാമത്തെ യൂണിറ്റിൽ 2 വരും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1 -2 അങ്ങനെയാണ് വരാറ്. അപ്പോ 0ന് തൊട്ട് ചേർന്ന ബിന്ദു ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 0നും 1നും ഇടയ്ക്ക് തന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതെങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതില് 0 മുതൽ 1 2 3 എന്നുള്ളത് അഖണ്ഡ സംഖ്യകളാന്ന് പറഞ്ഞു. ഈ മാർക്ക് ചെയ്തതാണ് പൂർണ്ണസംഖ്യകൾ. അപ്പം 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ ഉണ്ട്, നമ്മൾ അര എന്നൊക്കെ പറയൂ അല്ലെ? അതായത് 1/2. ഈ 1/2 അല്ലെങ്കിൽ 3/2 4/5 എന്നൊക്കെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഭിന്നസംഖ്യകൾ അഥവാ ഭിന്നകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂർണ്ണസംഖ്യകൾക്ക് ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ്. അതിന് ഒരു പൂർണ്ണത ഉണ്ടാവില്ല. എപ്പോഴും ഒരു അര അല്ലെ, നമ്മൾ അര ഗുളിക കഴിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ അര എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ അരയ്ക്ക് നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്ന മറ്റൊരു നമ്പറാണ് 0.5 എന്നത്. അതായത് 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1ല് പൂല അപ്പൊ ഒരു 0 ഇട്ട് കൊടുത്തു. 10ല് 0.5 ടൈംസ് അങ്ങനെയാണ് 0.5 വരുന്നത്. ഇതിനെ ആക്ച്വലി നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയാറുണ്ട്. എന്താണ്? ദശാംശ സംഖ്യകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ഭിന്നസംഖ്യകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ്, മറ്റു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വരുന്നതാണ് ഭിന്നകങ്ങൾ. ഇംഗ്ലീഷിൽ അതിനെ ഫ്രാക്ഷൻസ്, റാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറയും. ഇതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ്. പൂർണ്ണസംഖ്യകൾക്ക് ഡിനോട്ട് ചെയ്യുന്നത് Z ആണ്. അപ്പം ഈ ഫ്രാക്ഷൻസിന്റെ ഡെഫിനിഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഏത് തരം നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുക? ഈ ഫ്രാക്ഷൻസിനെ എപ്പോഴും നമുക്ക് P/Q ഫോമിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, P/Q ഫോമിൽ എഴുതാൻ സാധിക്കും. Q എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകരുത്. പിന്നെ എന്താണ്? Pയും Qവും ഇന്റിജേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതല്ലാത്തത് അടുത്ത നമ്പർ ഉണ്ട്, അഭിന്നകങ്ങൾ.
അതെന്താണ്? അഭിന്നകങ്ങൾ അഥവാ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഭിന്നകങ്ങളല്ലാത്തവയാണ് എന്ത്? അഭിന്നകങ്ങൾ. ഇത്രയും ഓർത്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √2 നിങ്ങൾക്ക് √2/1 എഴുതാമെങ്കിൽ പോലും √2 ഒരിക്കലും ഒരു ഇന്റിജർ അല്ല. സോ √2, √3, √5 എന്നതൊക്കെ എന്താണ്? ഇവിടെ അഭിന്നകങ്ങൾ ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരും. ഇനി ഇവയെ എല്ലാം കൂടി ചേരുന്ന, അതായത് ഞാൻ പറഞ്ഞ ഈ നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പേഴ്സിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ 0ന് തൊട്ട് ചേർന്ന് കിടക്കുന്ന നമ്പർ ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എന്നോട് പറയും 0.1 ആണ്. അപ്പൊ ഞാൻ പറയും പറ്റില്ല, 0.01 ആന്ന് പറയും. നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണെങ്കിൽ 0.001 വന്നൂടെ? വരാം. അപ്പൊ അടുത്ത ആള് ചോദിക്കും 0.001 വന്നൂടെ? തീർച്ചയായിട്ടും വരും. 0.1 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 10ൽ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോ 0.01 എന്ന് പറഞ്ഞാൽ എന്താണ്? 100ൽ ഒരു ഭാഗമാണ്. അതായത് 0നും 1നും ഇടയ്ക്കുള്ള ഒരു യൂണിറ്റിനെ 100 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗം. ഓ, എന്തൊരു ബുദ്ധിമുട്ടാ തോന്നുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വിത്ത് ഫിഗർ അങ്ങോട്ട് ഈ ഒരു ഭിന്നസംഖ്യകൾ അങ്ങോട്ട് വൃത്തിക്ക് പഠിച്ചു പോകാം. എന്താണ് നോക്കിക്കേ, ഭിന്നസംഖ്യകൾ അഥവാ ഭിന്നകങ്ങൾ. അതായത് ആക്ച്വലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ഭിന്നസംഖ്യകളാണുള്ളത്. സാധാരണ ഭിന്നം അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ഭിന്നം അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ റൗണ്ട് ചെയ്തിട്ട്, അതായത് ഒരു ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർക്കിളിനെ ഈക്വലി 4 പോർഷൻസ് ആക്കിയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു കേക്ക് പീസ് ആണെന്ന് വിചാരിക്കാം. ഈ കേക്കിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിരിച്ചു. ഇതില് ഈ ബ്ലൂ കളറിലുള്ള ഭാഗം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ആക്ച്വലി ഈ കേക്കിന്റെ എത്ര ഭാഗമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ടോട്ടൽ 4 ഭാഗമുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? 1/4 അഥവാ കാൽ ഭാഗം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ക്വാർട്ടർ പോർഷൻ ഇംഗ്ലീഷിലും പറയും. അപ്പോ 1/4 എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? ഏതും ആവട്ടെ, എന്തും ആവട്ടെ, തുണിയാവട്ടെ, വേറെ ഏതൊരു സാധനവും ആയിക്കോട്ടെ, മാർക്ക് ആയിക്കോട്ടെ, കാൽ മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം 4 ഈക്വൽ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അല്ലേ? അപ്പോ ഈ ഭിന്നസംഖ്യകളിൽ നിന്നാണ് നമ്മൾ ശതമാനം പഠിക്കാൻ പോകുന്നത്. അപ്പോ ഭിന്നസംഖ്യകൾ എന്നതിൽ എന്താ അത് അർത്ഥാക്കുന്നത്? നോക്കിക്കേ, 4 തുല്യ ഭാഗങ്ങളിൽ നിന്ന് ഒരു തുല്യ ഭാഗം അല്ലേ? അതിനെയാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഭിന്നകങ്ങൾ എന്ന് പറയാം. അതില് ഈ 1/4, 2/3, 5/7 എന്ന ടൈപ്പ് ഓഫ് ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താന്ന് വെച്ചാല് ഇതിന് ഈ മുകളിൽ എഴുതുന്ന ഭാഗത്തെ നമ്മൾ അംശം എന്നാണ് പറയുക. താഴെ എഴുതുന്ന ഭാഗത്തെ ഛേദം എന്ന് പറയും. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇത്രയും ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സംശയം ഈ ഭാഗത്ത് വരരുത്. വേറെ വലിയ കണക്കൊക്കെ തെറ്റിച്ചാലും കുഴപ്പമില്ല. ഈ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തത് വിഷമഭിന്നം. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ തിരിച്ചിടുന്നതാ. അതായത് 4/3, 5/2. ഓക്കെ, അതായത് മുകളിലാണ് വലുത് വരുന്നത്, താഴെ ചെറുതുമായിരിക്കും. അപ്പോ മുകളിൽ ആക്ച്വലി 4/3 പറഞ്ഞാൽ 4നെ 3 ഭാഗങ്ങൾ, 4നെ 3 കൊണ്ട് ഹരിക്കുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അല്ലെ? അപ്പോ 4നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കും? 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു വട്ടം പോകും, അത് 3ആയി, ബാലൻസ് 1 വന്നു. സോ 4ൽ എത്ര പൂർണ്ണമായിട്ടുള്ള 3കളുണ്ട്? ഒറ്റ 3 ഉള്ളൂ, ബാക്കി പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ അല്ലെ? അതുകൊണ്ട് ആ ഒരു പൂർണ്ണമായ 3നെ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നു. പിന്നെ റിമൈൻഡർ കിട്ടിയത് എന്താണ്? 1 അല്ലേ? അതിനെ ഇവിടെ എഴുതുന്നു 1/4. ഇങ്ങനെ എഴുതുന്നതിനെയാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. അതായത് ഒരു പൂർണ്ണസംഖ്യയും അതിന്റെ കൂടെ ഒരു ഭിന്നസംഖ്യയും കൂടി ചേർത്ത് എഴുതുന്നതാണ് മിശ്രഭിന്നം. എങ്കിൽ ഈ പിക്ചർ എങ്ങനെ എഴുതാം? ഈ പിക്ചർ ഇത് 1 മുഴുവനായിട്ടും ഇത് 1/4 ആണ്.
അതായത് 1ഉം 1/4 കൂടി ചേർത്തിയപ്പോൾ എനിക്ക് 1/4 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ തിരിച്ച് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. എങ്ങനെയെന്നറിയോ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 1 ഗുണം 3 3 3 1 4 4/3. അപ്പൊ 5/2 നമുക്ക് എങ്ങനെ എഴുതാം? 5ൽ 2 വട്ടം എത്ര പ്രാവശ്യം പോവും? 5ൽ 2 എത്ര വട്ടം പോവും? 2 വട്ടം പോവും. ബാലൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും അല്ലാട്ടോ വരിക. അപ്പോ ഇതിന്റെയൊക്കെ നിങ്ങളൊന്ന് എഴുതാൻ നോക്കിക്കേ. ഇത് ആക്ച്വലി നോക്കിക്കേ എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12 തുല്യ ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിനെ ഞാൻ എഴുതുന്നു 3/12. ഇവിടെ എന്ത് വന്നു? 2/12 വന്നു. ഇവിടെ എത്ര എണ്ണം വന്നു? 4/12 വന്നു. ഇവിടെ വന്നപ്പോ എന്ത് വന്നു? 6/12. ഇവിടെ എത്ര എണ്ണം വന്നു? 9/12. ഇവിടെ എത്ര എണ്ണം വന്നു? ഇവിടെ 6 2 8 8/12. ഇതിനേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. അപ്പൊ എത്ര വരും? 1/4. 4 ഭാഗമല്ലേ? ഇവിടെ എത്ര വരും? 1/6. 1/3. 1/2. ഇതെത്ര വരും? 3/4. ഇതെത്ര വരും? 2/3. അല്ലേ? ഇങ്ങനെയും ഇതിനെ എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫ്രാക്ഷൻസ് എഴുതാൻ സാധിക്കുക. ഇനി ഇവ തമ്മിലുള്ള കൂട്ടലും കുറയ്ക്കലും ഒക്കെയാണ് എപ്പോഴും ലസാഗു ഉസാഗ ഇതൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് പഠിച്ചു പോവാം. എങ്ങനെയെന്നല്ലേ? ഇവിടെ നോക്കൂ, 1/9ഉം 2/3 കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോ 1/9 എന്ന് പറഞ്ഞാൽ 9 ഈക്വൽ പാർട്ടിലെ ഒരു ഭാഗം. 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി 3 എണ്ണത്തിലെ 2 ഭാഗം. അപ്പൊ നമുക്കറിയാലേ, നിങ്ങളുടെ കയ്യില് 4 ചക്കയുണ്ട്, 2 മാങ്ങയുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുക എത്ര ചക്കയുണ്ടെന്ന് വെച്ചാൽ 4 ചക്ക എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ 4 ചക്കയും 2 മാങ്ങയും കൂടിയിട്ട് 6 ചക്ക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടെ 9ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ 3ൽ 2 ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരെ രണ്ടാളെയും കൂടി ഒരുമിച്ചാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കമ്പയർ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ ഒരേ ആളുകളെ പറ്റുള്ളൂ, അല്ലേ? 10 പെൺകുട്ടികളെയും 2 പെൺകുട്ടികളും കൂട്ടി 12 പെൺകുട്ടികൾ എന്ന് പറയും, അല്ലേ? അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഈ ആളെ നമുക്ക് 9 ആക്കണം. അപ്പോ 1/9ഉം 2/3 അല്ലേ? 3നെ 9 ആക്കാനുള്ള വഴി എന്താ? 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഒരാൾക്ക് മാത്രം 3 കൊടുക്കാൻ പാടുമോ? പറ്റില്ല. അപ്പൊ അടുത്ത ആൾക്ക് 3 കൊടുത്തു. അപ്പൊ എത്ര വന്നു? 1/9ഉം 6/9ഉം. ആൻസർ എത്ര വന്നു? ഇപ്പൊ താഴെ ഒരേപോലെ ആയി അല്ലേ? അപ്പൊ 7/9. നോക്കിക്കേ, 1 2 3 4 5 6 7. 7 ഭാഗമല്ലേ? രണ്ടെണ്ണത്തിനെയും 9ന്റെ ടേംസിൽ എഴുതി. ഇപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോ മൊത്തം 7/9. ഇത്രയേ ഉള്ളൂ അഡീഷൻ. ഒരു പ്രശ്നമില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാട്ടോ. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? കാരണം 1/4 × 1/3 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയോ? അങ്ങോട്ട് നീട്ടി എഴുതുക. 1 × 1 1, 4 × 3 12. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 4 ആളുണ്ട്, ഇവിടെ 3 ആളുണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട്? 12 പേരില്ലേ? 4 റോസും 3 കോളംസും കൂടി 12 കളങ്ങളുണ്ട്. ഇങ്ങനെയാണ് 1/12. ഇനി 3/1/3. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? 3 ആണേ, മൊത്തം 3, അതായത് 1 2 3. ഈ 3നെയും 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെന്താണെന്നറിയോ എളുപ്പ വഴി? 3 ഗുണം 3/1 ഇതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയായി? 9. നോക്കിക്കേ, 1 2 3 4 5 6 7 8 9. അങ്ങനെ മൊത്തം 9 കളങ്ങളില്ലേ ഇവിടെ? ഇതാണ് എന്ത്? ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിക്ചോറിക്കലി ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത്രയും കൂടി ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഇനി ചെയ്യുമ്പോ. പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ എളുപ്പം വേണ്ട, അല്ലെ? ഇനി ഡിവിഷൻ എങ്ങനെ ചെയ്യും? സോറി, സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യും? നോക്കിക്കേ, 7/8 3/8 കുറയ്ക്കുക. ഇവിടെ നോക്കൂ, 8 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ നിന്ന് 7 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര എണ്ണം കുറയ്ക്കണം? 3 എണ്ണം കുറയ്ക്കുക. 3 എണ്ണം കുറച്ചു എന്ന് വെച്ചാൽ എത്ര വരും?
4/8 വരും, വിച്ച് ഈസ് 1/2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയാനാട്ടോ ഞാൻ ഈ ഒരു എക്സാമ്പിൾ, അല്ലാതെ ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ല. എങ്കിലും നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ നോക്കൂ, ഇത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 4, ഇവിടെയും 4 അല്ലെ, 8. അപ്പൊ 8 7/8 ആണ്. അതിൽ നിന്ന് 3 എണ്ണം കളഞ്ഞു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 4 എണ്ണം കളയുന്നത്, 4 എണ്ണം കളഞ്ഞ ബാക്കി എത്ര ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്? 3/8 അല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഡിവിഷൻ നോക്കിക്കേ. 1/2 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു 4/1. 2 ആണ്. കണ്ടോ? ആൻസർ 2 അല്ലേ കിട്ടിയിരിക്കുന്ന? 2 എണ്ണം അല്ലേ ഉള്ള. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്, ഇതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നമുക്ക് അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൽ വരുന്നൊരു കോൺസെപ്റ്റ്, നമ്മൾ ദശാംശം പറഞ്ഞു അല്ലെ? ദശാംശം പറഞ്ഞപ്പോ നമുക്ക് ശരിക്കും 2 തരം ദശാംശം ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് എഴുതാം അല്ലെ? ശരിയല്ലേ? ആണ്. എങ്കില് ഒരു അതാ 10നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 3.333 ഇങ്ങനെ നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ആൻസർ വരും. അതാണ് ഒരു ഭിന്നസംഖ്യയുടെ ദശാംശ വികാസം. അതായത് ഇപ്പൊ 2/4 ആണെങ്കിൽ അതിന്റെ ആൻസർ 0.5 ആയിരിക്കും. കഴിഞ്ഞു, അവിടെ 0.5 കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. അപ്പോ ഒരു ഭിന്നസംഖ്യയുടെ ദശാംശ വികാസം അവസാനിക്കുന്നതോ അവസാനിക്കാത്തതോ ആയ ആവർത്തന സംഖ്യ ആയിരിക്കും. ഓക്കെ, അവസാനിക്കാത്തതോ ആയ ആവർത്തന സംഖ്യയായിരിക്കും. അതാണ് 1/2 പറയുമ്പോൾ ഇത് അവസാനിച്ചു, ഇത് റിക്കർ ചെയ്യണം. ഓക്കെ, അതായത് ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് ടെർമിനേറ്റിംഗ് ആണ്, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പൊ എന്താണ്, അത് റിക്കർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും എഴുതുന്നതിന് വേണ്ടി തലയിൽ ഒരു വരിയിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു അഭിന്നക സംഖ്യയുടെ ദശാംശ വികാസം അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ ഒരു സംഖ്യയായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 3333 റിപ്പീറ്റ് ചെയ്ത് വരാം. പക്ഷെ ഇവിടെ √2ന്റെ വാല്യൂ 1.414235 ഇതിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. വരുന്നുണ്ടോ? ഇല്ല. പൈയുടെ വാല്യൂ എന്താ? 3.14159 അങ്ങനെ 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 അങ്ങോട്ട് നീണ്ടു പോവാ. ഗിന്നസ് റെക്കോർഡിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം. ഈ 3.1 പൈയുടെ വാല്യൂ എത്ര 50,000 പ്ലേസിന് ബൈ ഹാർട്ട് ചെയ്തിട്ടൊക്കെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയ ആളുകളുണ്ട്. കാരണം അതൊരിക്കലും റെക്കർ ചെയ്ത് വരുന്നില്ല. നമ്മളത് പർപ്പസ്ഫുള്ളി ഓർത്താൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അവിടെ 10/3 എന്നുള്ളതിൽ 3 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് അറിയുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഭിന്നസംഖ്യയുടെ അതായത് ഡെസിമൽ എക്സ്പാൻഷനും ഒരു ഇറാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷനും വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എക്സാമിന് ഇതിനു മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം എടുത്താൽ 1.5 ലിറ്റർ ആയി. പാത്രം നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? ഇവിടെ ഒരു പാത്രം ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇത്രയും ഭാഗമാണ് 1/4 ഭാഗം. ഓക്കെ, ഇത്രയും ഭാഗം വെള്ളം എടുത്ത സമയത്ത് ഇത് ആക്ച്വലി 1.5 ലിറ്റർ ആയി. അപ്പോ ഇനി എത്രയും കൂടി എടുത്താലാണ് അത് പാത്രം നിറയെ വെള്ളം എടുക്കുക? 1/4 ലിറ്റർ എടുക്കണ്ടേ? ഇത് 3/4 അല്ലേ? അപ്പോ 3/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3/2 ലിറ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ 1 ലിറ്റർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനെ എന്താ ചെയ്യേണ്ടത്? 3/2 × 4/3 ചെയ്താൽ മതി. അങ്ങോട്ട് കൊണ്ടുപോവാം. ആൻസർ 2 ആവും. ദാറ്റ് ഈസ് 2 ലിറ്റേഴ്സ്, വിച്ച് ഈസ് അവർ ഓപ്ഷൻ സി. അല്ലേ? 1ന്റെ 3/4 ഭാഗം 1.5 ലിറ്ററാ. അപ്പൊ എത്രയായിരിക്കും? ഇനി ഞാൻ പറഞ്ഞുതരാം. 1.5 എന്ന് പറയുന്നത് 4ൽ 3 ഭാഗമാണ്. 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ 3 ഭാഗമാണ്. അപ്പൊ ഈ 1.5യെ 3 ഈക്വൽ പാർട്സ് ആക്കിയ അര. അപ്പൊ ഇതിന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്താലാണ്, 1/4 ഭാഗം കൂടി ആഡ് ചെയ്താലാണ് ഇത് ഫുൾ ആവുക. അപ്പൊ വീണ്ടും അരയല്ലേ ആഡ് ചെയ്യേണ്ടത്. ഈ അരയും കൂടി ആഡ് ചെയ്താൽ മൊത്തം എത്ര ലിറ്റർ ആയി? 2 ലിറ്റർ ആയി. ഇങ്ങനെ ചിന്തിച്ചാലും ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ഓരോ ത്രികോണങ്ങളുടെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് നിർമ്മിച്ച പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്.
നിറം നൽകിയ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ കേട്ടോ, ഒരു ട്രയാങ്കിൾ എടുത്ത ഞാന് ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ വരച്ചപ്പോ നിങ്ങൾക്ക് എത്ര ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടി? 1 2 3 4 ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ ഈ നടുവിലുള്ള ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിന്റെ എത്ര ഭാഗമാണ്? 1/4 ഭാഗമാണ്. ഇനി ഈ ഉള്ളിലുള്ള ആളെ വീണ്ടും നമ്മളിങ്ങനെ ചെയ്തു. അപ്പൊ വീണ്ടും എത്ര ഭാഗം കിട്ടി? ഇവിടെയും 1 2 3 4 ഭാഗം കിട്ടി. അപ്പൊ അതിൽ ഈ കുഞ്ഞു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എഗെയിൻ 1/4 ഭാഗമാണ്. അപ്പൊ ആദ്യത്തേന്റെ 1/4 ഭാഗം, രണ്ടാമത്തേന്റെയും 1/4 ഭാഗം. അപ്പൊ 1/4 ഗുണം 1/4 1/16 ഭാഗം. ഏതാണ്? ഓപ്ഷൻ സി. ഇനി അടുത്തത് ഇത് നോക്കുക, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1 + 1/2 ഇൻറ്റു 1 - 1/3, 1 + 1/4, 1 - 1/5 എക്സെട്ര 1 - 1/50ന്റെ വില. 1ഉം അരയും കൂടി കൂട്ടിയാൽ 1.5, അതായത് 3/2. ഇത് 2/3 വരും. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 1/2 ആണ്. ഇവിടത്തെ ആള് 1 ആണേ. അപ്പൊ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 2 തന്നെ കൊടുത്തു. ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. അപ്പൊ 2 + 1 വന്നു, 3/2 വന്നു. 1ന്ന് 1/3 പോകുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ 1 ആണ്. അപ്പൊ 3 കൊണ്ട് കുറയ്ക്കുക, ഗുണിക്കുക. 3 - 1/3 2/3. ഡിനോമിനേറ്റർ തുല്യമാക്കുക. അപ്പൊ ഇത് എത്ര വരും? 5/4 വരും, 4/5 വരും, അങ്ങനെ എക്സെട്ര. ഇവിടെ എത്ര വരിക? 49/50 വരിക. അപ്പൊ ഇതിന് തൊട്ട് മുൻപുള്ള ആൾ എത്രയായിരിക്കും? 2/3ക്ക് മുൻപ് 3/2, 4/5ന് മുമ്പ് 5/4, 49/50ക്ക് മുമ്പ് എത്രയായിരിക്കും? 50/49. 2 2 ക്യാൻസൽ, 3 3 ക്യാൻസൽ, ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 അവസാനം ആൻസർ 1, വിച്ച് ഈസ് അവർ ഓപ്ഷൻ. ഇങ്ങനെ വലിയൊരു എക്സ്പ്രഷൻ തന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നാലും ചെയ്തു നോക്കിയിട്ടേ എഴുതാവൂ കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. നോക്കുക, 1/2, 2/3, 3/4. ഇതൊന്നും കാൽക്കുലേഷൻ ഇല്ലാണ്ട് ചെയ്യാം. വിത്തൗട്ട് കാൽക്കുലേഷൻ എങ്ങനെ? 2 2 ക്യാൻസൽ, 3 3 ക്യാൻസൽ, 4 4 ക്യാൻസൽ, അങ്ങനെ 99ഉം ഇതിനു മുൻപുള്ള 99ഉം ഇതും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എത്ര വരും ആൻസർ? 1/100, which is our option C. ഓക്കെ, ഇനി അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2/3ന്റെ 1/5 ഭാഗത്തിന്റെ 4 മടങ്ങ് എന്നതിന് തുല്യമായത് ഏത്? അപ്പോ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് പോകണ്ട കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. 2/3ന്റെ 1/5. അപ്പൊ എന്താണ്? 3ന്റെ ഓഫ് എന്നൊക്കെ വന്നാൽ മൾട്ടിപ്പിളാ ചെയ്യേണ്ട. 2/3ന്റെ 1/5, അതിന്റെ എത്രയാ? 4. അപ്പൊ എത്ര വരും ആൻസർ? 2/3 ഇൻറ്റു 4/5 എന്ന് എഴുതാം. ഇത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി? അല്ലെങ്കിൽ 8/15 എന്ന് നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ ഇങ്ങനെ തന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഇതേപോലെ ആരെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടോ? ഉണ്ട്. ഈ 8/15 നിങ്ങൾ എഴുതി കഴിഞ്ഞാല് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. ഇവിടെ 2/15, ഇവിടെ എത്രയാണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 2/3ഉം 4/5ഉം കൂടി എങ്ങനെ ആഡ് ചെയ്യും? ഇവിടെ രണ്ടിനെയും ഒരുപോലെ ആക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 3ഉം 5ഉം കൂടി അങ്ങോട്ട് ഗുണിക്കുക, എന്നിട്ട് അങ്ങോട്ട് ക്രോസ് ആയിട്ട് ചെയ്യാം. അതായത് 2 × 5 + 3 × 4, അതായത് 10 + 12/15 22/15 എന്ന് വരും. ഇത് വേണമെങ്കിൽ ഓർത്തു വെച്ചോളൂ കേട്ടോ. A/B + C/D എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് ചെയ്യാം. AD + BC/BD ആണ്. 1/A + 1/B ആണെങ്കിൽ B + A/AB ആണ്. ലോജിക് ഉണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മുടെ 8/15 വരുന്നു. ഇവിടെ എത്രയാ വന്ന? 22/15 വന്ന്. ഇവിടെ എത്ര വരും? 10/12 വരും. അങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടും.
ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ 2/3 ലിറ്ററിന്റെ ഉടനെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും 1/4 ഭാഗത്തിന് തുല്യമായത് ഇത് എത്രയാണ് 2/3ന്റെ 1/4 ക്യാൻസൽ ആയി പോയി 1/6 അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം 2 ലിറ്ററിന്റെ 3/4 അപ്പൊ എത്രയാ 2 ഗുണം 3/4 എന്ന് പറഞ്ഞാൽ 3/2 ആണ് 2 ലിറ്ററിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 2/3 വരും 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് 1/6 തന്നെയാണ് അപ്പൊ ഇതാണ് ആൻസർ ഇതും കൂടി വേണമെങ്കിൽ ചെയ്യാം 2ന്റെ 1/3 അതിന്റെ 3/4 3 ക്യാൻസൽ ആയി 2 അപ്പൊ അരഭാഗം വരും ക്ലിയർ ആയില്ലേ ഇങ്ങനെ വരിക പിന്നെ ഇത് ആക്ച്വലി NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഏതോ ഒരു എക്സാമിന് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതെങ്ങനെ റെക്കർ ചെയ്ത് വരുന്നത് ആക്ച്വലി 1.27 തലയിൽ ഇങ്ങനെ കൊടുത്താൽ അതിന്റെ അർത്ഥം 1.272727 അങ്ങനെ എക്സെട്ര എന്നാണ് ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം അപ്പൊ എന്താണെന്നറിയോ വഴിയുള്ളത് ഈ 1.2727 എന്താണോ ഇങ്ങനെ റെക്കർ ചെയ്ത് വരുന്നത് ആ ആളെ ഞാൻ അങ്ങനെ എക്സ് ആയിട്ട് എടുക്കുന്നു മാത്സിൽ എക്സിലാണ്ട് വരുന്നില്ലല്ലോ അല്ലെ 1.2727 എങ്ങനെ എഴുതി കേട്ടോ എന്നിട്ട് ഇവിടെ നോക്കൂ ഈ 1.272727 എന്ന് എഴുതിയിട്ടില്ലേ ഞാൻ അതിനെ 2 ഭാഗവും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ 100x 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടോ അത്രയും പോയിന്റ് വലത്തോട്ട് പോകും അപ്പൊ ഇത് 127.2727 എന്ന് എഴുതി ഓക്കെ ഈ 127.27 ഞാൻ ഈ എക്സിന്റെ ടേംസിൽ എഴുതാൻ വേണ്ടിയിട്ട് 1 2 6 പ്ലസ് 1.2727 എന്ന് എഴുതുന്നു അതായത് 126 പ്ലസ് എക്സ് എന്ന് എഴുതി ഓക്കെ അപ്പൊ ഇനി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 100x മൈനസ് എക്സ് 126 99x എന്ന് പറഞ്ഞാൽ 126 എക്സ് എന്ന് പറഞ്ഞാൽ 126/99 126/99 എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാ വരിക 9 കൊണ്ട് പോവും അപ്പൊ 14/11 എന്ന് വരും അപ്പൊ ആക്ച്വലി 1.2727 ഇങ്ങനെയുള്ളതിന്റെ ഫ്രാക്ഷൻ ഫോം ആണ് 11 14/11 എന്താ ചെയ്ത് റെക്കർ ചെയ്ത് വരുന്നതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു എന്നിട്ട് അതിന് 100 ഏതാണ് 27 ആ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതുകൊണ്ടാട്ടോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 273 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും 1000 കൊടുക്കും ചുമ്മാ 1.2222 എന്നാണെങ്കിലോ 10 കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ ചെയ്തിട്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്താക്കി ഇതുപോലെ എഴുതാം ഇതാണ് ഏറ്റവും നല്ല മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് അതെടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും എളുപ്പ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ ഇത്രയും പഠിച്ച ഫ്രാക്ഷൻസ് റിലേറ്റഡ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല പോകുന്ന സാധനമൊന്നും അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ ഓക്കെ ഇനി PYQ ചെയ്യുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞുതരാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്